നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു വാർത്ത പ്രവാസ ലോകത്ത് വരികയാണ്. നഴ്സുമാർക്ക്, പ്രത്യേകിച്ചും മലയാളികൾ, നിരവധി ആളുകൾ ദുബായിലും പ്രവാസ ലോകത്തും ഉണ്ടെങ്കിൽ നഴ്സുമാരാണ് അതിൽ കൂടുതൽ. ഇപ്പോൾ ഇതാ നിങ്ങൾക്കൊക്കെ തന്നെ സന്തോഷിക്കണം ഒരു വകയുള്ള ഒരു വാർത്ത വരികയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി നഴ്സുമാർക്ക് വലിയ ആദരവാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ മലയാളി നഴ്സുമാർക്ക് സന്തോഷം പകരാൻ മറ്റൊരു കാരണം കൂടി വരികയാണ്. നഴ്സുമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. ദുബായ് ഹെൽത്തിൽ 15 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ചവർക്കാണ് വിസ ലഭിക്കുക. നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിൽ വഹിച്ച നിർണായക പങ്ക് പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം. ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിൽ നഴ്സുമാരുടെ സ്ഥാനം മുൻപന്തിയിലാണ് എന്ന് ഷെയ്ഖ് ഹംദാൻ പറയുന്നു. രോഗി പരിചരണത്തിനായുള്ള അവരുടെ ദൈനംദിന സമർപ്പണത്തെയും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയും അദ്ദേഹം പ്രശംസിച്ചു. ദുബായ് അവരുടെ മികവിനെ വിലമതിക്കുകയും സമർപ്പണത്തോടെ സേവിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 12 ആചരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം. നിരവധി മലയാളി നഴ്സുമാർക്ക് പ്രഖ്യാപനം ഗുണകരമാകും. എമിറേറ്റിലെ ആരോഗ്യ മേഖലയിലൂടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് മുൻനിർത്തിയാണ് ഇവർക്കുള്ള ആദരം. നഴ്സുമാർക്ക് ഗോൾഡൻ വിസ നൽകുന്ന മലയാളി സമൂഹത്തിന് ഏറെ ഗുണകരമാകും എന്നാണ് വിലയിരുത്തൽ. UAE-യിലെ ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം മലയാളികളാണ്. കുറച്ചു വർഷങ്ങളായി UAE-യിൽ നിന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് മലയാളി നഴ്സുമാർ കുടിയേറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗോൾഡൻ വിസ നഴ്സുമാർക്ക് UAE-യിൽ തന്നെ തുടരാനുള്ള ആകർഷകമാകുമെന്നാണ് പ്രതീക്ഷ. 2019 വിവിധ മേഖലകളിലെ പ്രതിഭകളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി UAE ഗോൾഡൻ വിസ അവതരിപ്പിച്ചത്. നിക്ഷേപകർ അടക്കം വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർക്ക് ദീർഘകാല വിസ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിരവധി ആളുകൾക്ക്, മലയാളികളടക്കമുള്ള ഗായകർക്ക്, സിനിമാ നടന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, പൊളിറ്റീഷ്യൻസിന് അടക്കമുള്ള നിരവധി ആളുകൾക്കൊക്കെ തന്നെ ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വലിയ വാർത്തയായി പുറത്തു വരുന്നുമുണ്ട്. പ്രധാനമായും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കുക തന്നെയാണ് പ്രധാനമായും ഈ ഒരു ഗോൾഡൻ വിസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും നഴ്സസ് ദിനത്തിൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത ഇല്ല എന്ന് തന്നെയാണ്. എന്തായാലും ഭാവിയിൽ, ഇപ്പോൾ തന്നെ ഒരു 8 വർഷം പൂർത്തിയാക്കിയ നഴ്സുമാർ പോലും വിചാരിക്കുന്നത് ഇനിയൊരു 7 വർഷം കൂടി ജോലി ചെയ്ത് നമുക്ക് ഗോൾഡൻ വിസ ലഭിക്കുമല്ലോ എന്നൊരു ആശംസ, ഒരു ആഗ്രഹമൊക്കെ തന്നെ അവർക്ക് ഉണ്ടായിരിക്കും. ഇതുവഴി നിരവധി ആനുകൂല്യങ്ങളൊക്കെ തന്നെ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. എന്തായാലും മലയാളികളല്ല ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന കാര്യത്തിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം.